ഹായ് ഫ്രണ്ട്സ്, ആർട്ടിസ്റ്റ് ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് ഇന്നൊരു പുഡിങ് ഉണ്ടാക്കിയാലോ? നല്ല തേങ്ങാപ്പാലിലൊക്കെ സോക്ക് ചെയ്ത് ഒരു സിമ്പിൾ പുഡിങ് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ഒഴിക്കുവാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഇഷ്ടമല്ലാത്തവർക്ക് പശുവും പാലെടുക്കാവേ. തേങ്ങാപ്പാൽ എടുത്ത് കഴിയുമ്പോൾ അതിനൊരു തേങ്ങയുടെ ടേസ്റ്റ് വരും നമ്മുടെ പുഡിങ്ങിന്. അത് ഇഷ്ടമല്ലാത്തൊരു പശുവും പാലെടുത്തു. അത് ഞാൻ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുവാണേ. അത് തിളപ്പിക്കണമെന്നും ഇല്ല, നിങ്ങൾക്ക് പച്ചയ്ക്ക് തന്നെ എടുക്കാം കേട്ടോ. അങ്ങനെ അത് തണുക്കാൻ മാറ്റി വെച്ചു ശേഷം ഒരു ബൗളിലേക്ക് കുറച്ച് ക്രീം എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുവാണ്. അത് കറക്റ്റ് സ്റ്റിഫായി എന്നുള്ളതിൻ്റെ പരുവം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, താഴത്തേക്ക് കമത്തിയാലൊന്നും ഇത് പോകത്തില്ല. അതാണ് കറക്റ്റ് പരുവം. പിന്നെ ഞാൻ കുറച്ച് ബ്രെഡ് അരികെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു ട്രേയിലേക്ക് നിരത്തിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ മിക്സ് നന്നായി തണുത്ത ശേഷമാണ് നന്നായിട്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്ക് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഒന്ന് ബെല്ലൈക്കൺ കൂടി അമർത്തിയേക്കണം. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ കേട്ടോ. അങ്ങനെ അതെല്ലാം ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്രീം അതിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതിനെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രീം എന്നൊക്കെ കേൾക്കുമ്പോൾ ആരും പേടിക്കണ്ട കേട്ടോ. ഇതൊക്കെ 100-150 രൂപയ്ക്കൊക്കെ കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിനകത്തിട്ട് കുറച്ച് ബദാം പരിപ്പിട്ട് ഒന്ന് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിടുവാണ്. അത് ബദാം പരിപ്പ് വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. അണ്ടിപ്പരിപ്പ് ആയാലും മതി. പിന്നെ അതിൻ്റെ പുറത്തിട്ട് കുറേ ചോക്കോ ചിപ്സും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ ഇത് ശേഷം ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് 3-4 മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണ്. ഇത് നന്നായിട്ട് തണുത്തിട്ട് ഉപയോഗിക്കാനാണ് നല്ല ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് പിന്നെ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു ടേസ്റ്റ് ചെയ്യുവാണ്. എന്താ പറയേണ്ടത്, നല്ല ടേസ്റ്റാണ്. തേങ്ങയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് സൂപ്പർ ഒരു സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണേ.